ഇന്ന് നമ്മൾ രസകരമായ ഒരു ടോപ്പിക്കാണ് പറയുന്നത്. അതായത് ഇന്ന് നമ്മൾ കുടുംബ കോടതിയിൽ ഈ ഡൈവേഴ്സ് ഒക്കെ നടക്കുമല്ലോ, അതിൽ ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ സംശയരോഗമാണ്. ഈ നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, ആണായാലും പെണ്ണായാലും ഈ സംശയരോഗം വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതം എന്ന് പറയുന്നത് വളരെ പ്രശ്നമാണല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ നമ്മളെ ശ്രീനിവാസന്റെ മറ്റേ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, വടക്ക് നോക്കി യന്ത്രം. അതിൽ ശ്രീനിവാസന്റെ പേരെന്ന് പറയുന്നത് തളത്തിൽ ദിനേശൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ തളത്തിൽ ദിനേശന്മാര് ഇന്നത്തെ കാലത്തും ഒരുപാടുണ്ട് അല്ലേ. അപ്പൊ ഇന്ന് ഈ പുരുഷന്മാരുടെ സംശയരോഗം ഒരു എന്താ പറയാ, തളത്തിൽ ദിനേശന്മാരുടെ ക്യാരക്ടർ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് രസകരമായ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഈ തളത്തിൽ ദിനേശന്മാർ എന്ന് പറയുന്ന ടീമുകള് ഏകദേശം കാണാൻ ഒരു ആവറേജ് ടീമുകളായിരിക്കും. മീൻസ് മറ്റേ ഹൈറ്റ് കൊണ്ടും അതുപോലെ തന്നെ കളറ് കൊണ്ടും അതുപോലെ തന്നെ മറ്റ് കോംപ്ലക്സുകൾ കൊണ്ടും ഈ ടീമുകള് നല്ല ടാലന്റ് ഉള്ള വ്യക്തികളായിരിക്കും ഉണ്ടാവും. അതായത് നല്ല മറ്റെന്താ പറയാ, പഠനത്തിലൊക്കെ നല്ല മികവ്, നല്ല ഗവൺമെന്റ് ജോബ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും ഈ ടീമുകൾ. ഇപ്പൊ ഇവര് വിവാഹം വരുന്ന സമയത്ത്, വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഇവര് വളരെ എന്താ പറയാ, ഏറ്റവും അഭൗമ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിനെയായിരിക്കും ഇവര് ആലോചിക്കുന്നത്. അതായത് അഭൗമ സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ മാത്രമേ ഇവർക്ക് പിടിക്കാറുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിള്, ഇപ്പോ ഐശ്വര്യ റായ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു സുസ്മിത സെൻ, അല്ലെങ്കിൽ മറ്റേ മെർലിൻ മൺട്രോ, ഇങ്ങനെയുള്ള വളരെ നിസ്സാരമായ പെൺകുട്ടികളുടെ സൗന്ദര്യം മാത്രമേ അവർക്ക് പിടിക്കാറുള്ളൂ. അപ്പൊ ഇവര് അങ്ങനെ ബ്രോക്കറിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ അച്ഛനമ്മയും പറഞ്ഞ പ്രപ്പോസൽ ഇതാക്കി ഇവര് പോവും. ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് ഇങ്ങനത്തെ ഉള്ള ആളുകളെ കിട്ടുകയും ചെയ്യും. അതായത് നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കിട്ടുകയും ചെയ്യും. അപ്പോ അത് ഇവരുടെ ജോലി, ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവരുടെ പെരുമാറ്റങ്ങളെല്ലാം കണ്ടതിന് ശേഷം, മറ്റേ പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ് ജോലിയൊക്കെ കണ്ടതിന് ശേഷം ഇവരുടെ വിവാഹവും കൊണ്ട് നടക്കും. പിന്നെ ആ പെൺകുട്ടിയുടെ 16 കഴിഞ്ഞു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. അതായത് ഇവൻ ഒരു ആവറേജ് ടീമായിരിക്കും, പെൺകുട്ടി എന്ന് പറയുന്നത് വളരെ അഭൗമ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരിക്കും. പിന്നെ അവിടെ നിന്ന് ആ കുട്ടിയുടെ കഷ്ടകാലമായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ വല്ല സംശയരോഗമായിരിക്കും. മീൻസ് നമ്മുടെ കളറിന്റെ ഒരു കോംപ്ലക്സ്, ആ കുട്ടി കുറച്ച് സോഷ്യലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതി. ഓക്കെ, പിന്നെ അതോട് കൂടിയിട്ട് അവന്റെ സംശയരോഗം കൊണ്ട് വർദ്ധിക്കും. പിന്നെ കുറച്ച് ഫ്രീ ടൈപ്പാണ്, കുറച്ച് ആളുകളുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു ടൈപ്പും കൂടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിനെ 16 അടിയന്തരം കഴിച്ചിട്ടേ ഈ തളത്തിൽ ദിനേശൻ വിടാറുള്ളൂ. അങ്ങനെയുള്ള